ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാവുന്നതുള്ളൂ. ഒരു അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. ഞാൻ നിങ്ങളുടെ കനകപ്പിള്ളை. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പത്തിരി ഇടിയപ്പം ഉണ്ടാക്കാവുന്ന പൊടിയുണ്ടല്ലോ, നൈസ് പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി എടുത്താൽ അങ്ങനെ വിട്ട് പോകും. അതുകൊണ്ട് നൈസ് പത്തിരിപ്പൊടി എടുക്കുകയാണ് നല്ലത്. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ്, വെറും അരിപ്പൊടി മാത്രമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം നമുക്ക്. പിന്നെ ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ചെറുതായിട്ട് തിരികെ എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിക്കറിയൊക്കെ ഇട്ടാലാണ് അതിൻ്റെ ഫുള്ളായിട്ടത് കിട്ടുള്ളൂ. നമുക്ക് എളുത്തി കളയണ്ട, അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത്, അല്ലെങ്കിൽ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. കുറച്ച് മല്ലിയില. പിന്നെ നമുക്കിവിടെ മുളക് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരുപാട് വേണ്ട. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല തൈരാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ലേശം ജീരകം നന്നായിട്ട് തിരുമ്മി ചേർക്കുക. ജീരകം ഇടുന്നത് നല്ലതാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ച ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് തിരുമ്മി ചേർക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട വേറൊരു ഇതാണ് തേങ്ങ. ഇതിനകത്ത് കറി വേണ്ട, നമുക്കിത് ചുമ്മാ തിന്നാവുന്നതാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ചേർത്തു. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് നല്ല ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് അങ്ങനെ കുഴച്ചെടുക്കുക. അത്രയും കട്ടി വേണ്ട, എന്തായാലും അത്രയും ആവില്ല, അരിപ്പൊടിയാണല്ലോ. ഏകദേശം നമുക്ക് പരത്താൻ പാകത്തിനുള്ള രീതിയിലേക്ക് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളത്തിലാവരുത്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പോലെ തന്നെ ഇത് കുഴച്ചെടുക്കുക. ഉണ്ടോ, ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം പൊടിയും വെള്ളമൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടെ മുറുകി കിട്ടും മാവ്. എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ശേഷം എടുത്ത് ഇതാ നോക്കി. ഇനി നമ്മൾ നല്ല വാഴയിലയിൽ പരത്താം. ലേശം വെള്ളം എടുത്ത് വെച്ചേക്കുക. ഈ അശക്കല്ല് അടുപ്പിൽ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. കൈ ഒന്ന് നനച്ച ശേഷം പതുക്കെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം, കട്ടിയിൽ പരത്തിയെടുക്കാം. അത് ഞാൻ നൈസായിട്ടാണ് പരത്തുന്നത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റും. ഇനി കുറച്ച് കട്ടിയിലാണെങ്കിൽ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോഫ്റ്റ് ആക്കി കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ആവാം, ക്രിസ്പി ആക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ആവാം. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. അരിപ്പൊടി ആയതുകൊണ്ട് നന്നായിട്ട് മുറുകി കിട്ടും. സൈഡൊക്കെ ഈ എല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് ചെറിയ വിട്ടൊക്കെ വരും. അതൊക്കെ നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. കൈയുടെ ആ തള്ളവിരലിൻ്റെ ഭാഗത്ത് തണ്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ വിരലിൻ്റെ പാടുകൾ വരാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പരത്തിയ ശേഷം ദോശക്കല്ലിൽ എണ്ണ വെച്ചിട്ട് ഇതുപോലെ ഇടുക. ഇതൊക്കെ പഴയ പലഹാരം പോലെ തന്നെയാണ്, പക്ഷേ അതിനകത്ത് ഇത്തരം വെജിറ്റബിൾസ് ഒന്നും ചേർക്കാറില്ല എന്ന് മാത്രം. ഇപ്പം നമ്മൾ ഈ അധികം ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ചെല്ലുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കുക്കുമ്പറോ ഒക്കെ അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡും നമ്മുടെ ഇല വാടിക്കഴിഞ്ഞാൽ ഇല ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നതുണ്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് നെയ്യാണ്. നല്ലെണ്ണ ഒഴിച്ച് വേണമെങ്കിലും മുരിച്ചെടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച് വേണമെങ്കിലും മുരിച്ചെടുക്കാം. ഞാൻ നെയ്യാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്, കഴിക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നെയ്യ് ഒഴിച്ചിട്ട് ഒരുപാട് പുകയാൻ പാടില്ല എന്നാണ്. ഇതിപ്പോൾ കല്ല് നന്നായിട്ട് അങ്ങ് ചൂടായിട്ട് നമ്മൾ ചെറിയ ഹോൾസ് ഇതുപോലെ ഇട്ടിട്ട് ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഹോൾസ് ഇട്ടിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നോക്കി, നമ്മുടെ അരിപ്പൊടി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൊട്ടി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നും വേണ്ട, തൈര് മുക്കി കഴിക്കാനാണ് കേട്ടോ സൂപ്പർ. തൈര് നമ്മൾ ചേർത്തിട്ട് കഴിക്കാം. ഞാനിവിടെ ചട്നിയാണ് അരച്ചിട്ടുള്ളത്. നമ്മൾ തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അല്ലെങ്കിൽ കറി വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ കറി വേണമെന്നില്ല, എല്ലാം ചേർന്നിട്ടുണ്ടല്ലോ. അപ്പം ശരിക്കും തൈര് മുക്കിയിട്ടാണ് ഇത് കഴിക്കാൻ നല്ലത്, കുറച്ചും കൂടെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ.